മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. മഴ ഉണ്ടാകുമ്പോൾ അവധി പ്രഖ്യാപിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെ? ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ ചേംബറിൽ വിദ്യാർത്ഥികളുമായി നടത്തിയ മുഖാമുഖത്തിൽ ആദ്യം ഉയർന്ന ചോദ്യമാണിത്. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയും മഴയുടെ തോതും തീവ്രതയും മുന്നറിയിപ്പ് നിലയുമെല്ലാം പരിഗണിച്ചാണ് അത്തരം തീരുമാനങ്ങളെടുക്കുന്നതെന്ന് മറുപടി നൽകിയപ്പോൾ വിഷയം കൂടുതൽ ഗൗരവത്തോടെ മനസ്സിലാക്കാനായതായി വിദ്യാർത്ഥി സംഘം പറഞ്ഞു. ജില്ലയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കാനും അവരുടെ ആശയങ്ങളും പ്രശ്നങ്ങളും അവതരിപ്പിക്കാൻ ജില്ലാ കളക്ടർ സംഘടിപ്പിച്ച യോഗത്തിൽ ആദ്യത്തെ അതിഥികളായെത്തിയത് പാമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. എന്തുകൊണ്ട് സിവിൽ സർവീസ് എന്ന ചോദ്യത്തിന് സമൂഹത്തിലെ എല്ലാ മേഖലകളും ഇടപെടലുകൾ നടത്താൻ IAS പദവിയിൽ സാധിക്കുമെന്നും എന്നാൽ ഓരോരുത്തരും തങ്ങളുടെ അഭിരുചികൾക്കും താൽപ്പര്യങ്ങൾക്കുമനുസരിച്ചുള്ള മേഖലകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. IAS IPS തിരഞ്ഞെടുപ്പ്, ജില്ലാ കളക്ടർ എന്ന നിലയിൽ നേരിടുന്ന വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, തൃശൂരിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ ചോദിച്ചറിഞ്ഞു. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. കൂടാതെ സ്വകാര്യ ബസ്സുകൾ നിർത്താതെ പോകുന്ന ബുദ്ധിമുട്ടും കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വിഷയത്തിൽ ഇടപെടുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. തങ്ങളുടെ ആശയങ്ങളും ചോദ്യങ്ങളും യാതൊരു മടിയും കൂടാതെ അവതരിപ്പിക്കാൻ സാധിക്കുന്ന വേദിയായി ജില്ലാ കളക്ടറുടെ ചേംബർ മാറി. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സത്യനാരായണൻ, എക്കണോമിക്സ് അധ്യാപകൻ T. വാസുദേവൻ എന്നിവർക്കൊപ്പം +1, +2 ക്ലാസുകളിലെ 20 വിദ്യാർത്ഥികളാണ് കളക്ട്രേറ്റിലെത്തിയത്. പ്രതിവാരം ഓരോ സ്കൂളിലെയും കോളേജുകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ആശയവിനിമയം നടത്തുന്നതിൻ്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.